കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏഷ്യ ലൈവ് ചാനലിലെ എൻ്റെ എപ്പിസോഡിലേക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും നിസ്സീമമായ ഹാർദവമായ സുസ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന കമൻ്റാണ്, ഒരു ഗൃഹത്തിൽ അല്ലെ ഒരു വീട്ടിൽ 3 നക്ഷത്രങ്ങൾ, അതും ചോദിച്ചിരിക്കുന്ന 3 തിരുവാതിര വന്നാലോ 3 ചിത്തിര നക്ഷത്രം വന്നാലോ എന്താണ് സാറേ അതിൻ്റെ ഫലം, എന്താണ് ദോഷം എന്നാണ്. സാധാരണഗതിയിൽ തനത് നമ്മുടെ ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഇങ്ങനൊരു അഭിപ്രായമേ ആ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നില്ല. വരാഹമിഹിറിന് എഴുതിയിരിക്കുന്ന ഹോരാശാസ്ത്രത്തിലെ പ്രശ്നമാർഗത്തിലെയും ഒരുപാട് പ്രശ്ന കൗതുകത്തിലെയും പ്രശ്നാനുഷ്ഠാന പദ്ധതി എന്ന് പറയുന്ന പുസ്തകം ഇപ്പം കിട്ടാനേ ഇല്ല, ആ ഗ്രന്ഥം കിട്ടാനില്ല. അതിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിഷയങ്ങളിലും നമ്മൾ ജാതകം എഴുതുന്നതിനെ കുറിച്ചോ ഗണിതശാസ്ത്രം പഞ്ചാംഗണത്തിന്റെ ആണെങ്കിലോ ഏതൊരു ഗണിതത്തിലെ ആണെങ്കിലും സ്ഫുടക്രിയകൾ ചെയ്യുന്നതിലോ സൂത്രങ്ങൾ ചെയ്തിറക്കുന്നതിലോ ഒരു കാര്യത്തിലും ഈ 3 നക്ഷത്രങ്ങൾ ഒരു ഗൃഹത്തിലുണ്ടെങ്കിൽ ദോഷമാണെന്ന് പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടേ ഇല്ല. ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിക്കാന്തരത്തിൽ വരുന്നതായിട്ടുള്ള വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ ജ്യോതിഷത്തില് ചൊവ്വായും വെള്ളി യാത്ര പുറപ്പെടരുതെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രമാണങ്ങളിലോ പുസ്തകങ്ങളിലോ ചൊവ്വ വെള്ളി ദിവസങ്ങൾ യാത്ര പുറപ്പെടരുതെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുണ്ടോ? പൂർവികർ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന ജ്യോതിശാസ്ത്ര സംഹിത എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ തിന്മയിൽ നിന്ന് നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. നമുക്കിപ്പോൾ ഒരു നാളുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു തൊഴിലിനോട് ആസ്പദമാക്കി ഞാൻ പറയുകയാണ്, ആ തൊഴിലിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് അവസ്ഥ? അപ്പോൾ ഒരു ജാതകമുണ്ട് ഒരു ആളിന്റെ ഗ്രഹനിലയ്ക്കകത്ത്. ആ ജാതകപ്രകാരവും ആ ജാതകത്തെ മാറ്റിക്കുറിക്കാവുന്നതാണ് ആചാര്യന്മാരും ബഹുഭൂരിപക്ഷ ആൾക്കാരും പറഞ്ഞിട്ടുള്ളതും നമ്മളെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളൂ. അതിൽ നിന്നും ആ ഘട്ടത്തിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, ഇപ്പൊ എനിക്ക് 83 വയസ്സ് വരെ ഉണ്ട് ആയുസ്, അല്ലെങ്കിൽ 73 വയസ്സ് വരെ ആയുസുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സ് വരെ 30 വയസ്സ് വരെ ഉള്ളൂ ആയുസ്, എനിക്ക് ആയുസുണ്ട്. ആയുസിന്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആശുപത്രി പോവാതെ എനിക്ക് 83 വരെ വയസ്സ് വരെ ആയുസുണ്ട്, ഞാൻ വീട്ടിൽ ഇരുന്നാൽ പറ്റുമെന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണോ നമ്മുടെ ആരോഗ്യത്തിനൊത്തുള്ള മരുന്നുകൾ കഴിച്ചാണ് നമ്മളത് ശ്രേഷ്ഠവത്തായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത്. അത് തന്നെയല്ലേ ആഭിചാരവും തന്നെയാണ് കൂടുഗോത്രം എന്നൊക്കെ പറയുന്നത്. മനസ്സിനെ ശരീരത്തിനെ എപ്പോൾ ഒരു മനുഷ്യൻ തളർത്തുന്നോ അപ്പോഴാണ് ആഭിചാരം സംഭവിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ജ്യോത്സ്യം നോക്കാത്തൊരവസ്ഥ വരുമ്പോൾ അത് ആഭിചാരത്തിൽ കണക്ക് കൂട്ടാൻ പറ്റില്ല, അത് കബഡി വെച്ചാൽ നമുക്ക് പിന്നെ എപ്പിസോഡിൽ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം. പക്ഷെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഈ തിരുവാതിര നക്ഷത്രം 3 നക്ഷത്രങ്ങൾ ഒരു വീട്ടിൽ വന്നാൽ ഒരു ദോഷവുമില്ല, ഐശ്വര്യ സമ്പൽ സമൃദ്ധിയേ ഉണ്ടാകത്തുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ ചിത്തിരയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ആ ചിത്തിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത്ര തോണ്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, പഴഞ്ചൊല്ലുകളാണ്. അത് നമ്മുടെ ചാണക്യന്റെ സൂത്രവാക്യങ്ങളിലൊക്കെ അദ്ദേഹം ഒരുപാട് സൂത്രങ്ങൾ പ്രയോഗിച്ചാണ് രാജ്യതന്ത്രം കൈവശപ്പെടുത്തിയിരുന്നത്. ആ വിഷയം ചോദിച്ചിരുന്ന 2 തരത്തിലാണ്. തിരുവാതിര 3 വീട്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും ഫലം, ചിത്തിര വീട്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും ഫലം? അപ്പൊ അത് രണ്ടും ചോദിച്ചതിന്റെ നമ്മുടെ മാനസികമായിട്ട് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. 3 നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ ഉത്തമമാണെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. അപ്പൊ ചിത്തിര എന്ന് പറഞ്ഞാൽ അത്ര തോണ്ടുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് ചിത്ര 3 ഉണ്ടെങ്കിൽ എന്താ, അത് മൊത്തം നശിച്ചു പോവോ? പക്ഷെ പലരുടെയും വിശ്വാസങ്ങളാണ്. ഒരാളെ വിശ്വസിക്കണം, ആ വിശ്വാസമാണ്. പഴയ കാലത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, വിഭീഷണൻ എന്ന് പറയുന്ന നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആള് ഒരു
ജലത്തിൽ കൂടെ അക്കരെ കിടക്കാനായിട്ട് ഒരു മാർഗവുമില്ല. വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്. അക്കരയ്ക്ക് അദ്ദേഹത്തിന് പോവുകയും വേണം. ആ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന നാട്ടിലെ വിഭീഷണൻ അപ്പോൾ എന്ത് ചെയ്തു? ഒരു കുറിമാനം എഴുതി കൊടുത്തു കയ്യിൽ. എന്നിട്ട് പറഞ്ഞു, അത് എളിയിൽ ചൊരുകിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ എളി എന്ന് പറയുന്ന വടക്കൻ നാടും എല്ലാവരും ലോകം മൊത്തം കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തിരുവിതാംകൂർ അല്ലെ തിരുവല്ല ഭാഗത്തൊക്കെ ഇപ്പോൾ എളി എന്ന് പറഞ്ഞ ഈ സൈഡാണ്. അവിടെ ചൊരുങ്ങി വെച്ചുകൊണ്ടാണ് പഴയ കാലത്ത് രാജാക്കന്മാർ കത്തി പോലും പേന പിച്ചാത്തി പോലും ഉപയോഗിച്ചിട്ടുണ്ട്. പല മന്ത്രങ്ങളും കാര്യങ്ങളും എഴുതി വെച്ച് രക്ഷയ്ക്ക് വേണ്ടി അവര് സൈന്യത്തിന് പോകുന്ന ചെണ്ടയ്ക്കകത്ത് വരെ എഴുതി വെക്കുമായിരുന്നു ഓരോ കാര്യങ്ങൾ. ആ ചെണ്ടയുടെ സൗണ്ട് കേൾക്കുമ്പോൾ, നാദം കേൾക്കുമ്പോൾ തന്നെ വിഭ്രാന്തി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു പറ്റിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ വിഭീഷണൻ എന്ത് ചെയ്തു? രാമനാമം മാത്രം എഴുതിയതിന് ശേഷം ഇത് എളിയിൽ വെച്ചിട്ട് ജലത്തിന് മുകളിൽ കൂടെ നടന്നോളാൻ പറഞ്ഞു. അപ്പൊ അത്ര വിശ്വാസമുള്ള ആളായിരുന്നു വിഭീഷണൻ എന്ന് പറഞ്ഞാൽ. ആ വിഭീഷണൻ ആ ഒരു കുറിമാനം കൊണ്ട് നടന്നു പോവാണ്. വിഭീഷണൻ കൊടുത്ത കുറിമാനം കൊണ്ട് അങ്ങേര് നടന്നു പോവാണ്. അപ്പൊ നടന്ന് അക്കരെ എത്താറായി. അത് ദൃഷ്ടിഗോചരത്തിന് മുമ്പിൽ കരയെടുത്തപ്പോ അയാൾക്കൊരു സംശയം, എന്താണാവോ അയാൾ എഴുതി തന്നിരിക്കുന്നത്, ഇവിടെ വരെ ഞാൻ നടന്നല്ലോ. അപ്പൊ വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോ രാമനാമത്തിന് ഇത്രയും പ്രശസ്തി ഉണ്ടോ? അല്ലെ ഇത്രയും നല്ല ശക്തമായിട്ടുള്ള മന്ത്രമാണോ? ഓരോ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ്, സംശയമില്ലാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ തിരുവാതിര 3 നക്ഷത്രങ്ങൾ ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ആ വിശ്വാസ്യതയെ ചൂഷണം ചെയ്താണ് മറ്റുള്ളവരെടുക്കുന്നത്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രം ഒരു കണക്കാണ്, ദൈവദത്തമായ ശാസ്ത്രമാണ്. ജ്യോതിശാസ്ത്ര വിഷയത്തിൽ പ്രമാണങ്ങളിലും ഇത് പറയുന്നില്ല എങ്കിൽ തന്നെയും ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് 3 നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ഉത്തമമാണെന്നാണ്. ചിത്ര നക്ഷത്രം മോശമായ ഒരു നക്ഷത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും.